ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്സായ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം വറുത്ത റവ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത റവ എന്ത് ചെയ്യണം? നമുക്കൊന്നുകൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ ആ വറുത്ത റവ ചട്ടിയിൽ ഇട്ട് കൊടുത്തേക്കുവാണ്. ഇനി ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? നല്ലപോലെ ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ നല്ലവണ്ണം വറക്കണം. ഇത് എന്തിനാ ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ഉപ്പുമാവ് സാധാരണ കട്ട പിടിച്ചൊക്കെ വരും. അപ്പോൾ ഇത് ഒന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരെണ്ണത്തിൽ ഒന്ന് തൊടാത്ത പോലെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. നമുക്ക് കഴിക്കാൻ വളരെയേറെ നല്ല സ്വാദിഷ്ടമാകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതാ നമ്മുടെ റവ നോക്കിക്കേ, ഇപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതൊന്ന് തണുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇനി ഉപ്പുമാവാക്കി മാറ്റാൻ. നമ്മൾ ചട്ടി വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമ്മളിനി സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അതിനകത്ത് കുറച്ച് പംകിൻ സീഡ്സും ബദാമും മുന്തിരിങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉണക്ക മുന്തിരി കേട്ടോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നാവട്ടെ. ഇതിനുള്ളിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ചെറിയ പാട്ട് പാടിയാലോ? നമ്മൾ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമുക്ക് മടുപ്പുണ്ടാകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇതിന് ചെറുതായിട്ട്, എല്ലാവർക്കും വലിയ പാട്ടൊന്നും അറിയുന്നുണ്ടാവുന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ ചെറുതായിട്ടൊരു മൂളിപ്പാട്ടൊക്കെ പാടി നിന്നാൽ നമ്മൾ മടുക്കില്ല. അപ്പം നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? മോഹം കൊണ്ടു ഞാൻ ദൂരം കെട്ട മധു നോക്കൂ, ദാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ വറുത്ത് വെച്ച റവ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഈ പാത്രം ഒന്ന് മൂടി വെക്കുക. ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ കണ്ടോ റെഡി ആയിട്ട് വന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. അത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഒത്തിരി സോഫ്റ്റാണ് ഇത് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. നമ്മുടെ പഞ്ഞിമിഠായി ഒക്കെ ഞെക്കുന്ന പോലെ അതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നത്. ഒരു കറിയും വേണ്ട, ഇത് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് ഇങ്ങനെ വറുത്തിട്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വരുമ്പോൾ അതേപോലെ വറുത്ത റവയാണെങ്കിൽ അതുപോലെ വെക്കുന്നതിൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ വറുത്തിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതാ ഉപ്പുമാവും പഴവും മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ, നാളെ കാണാം.